പടച്ചവന് പരിപൂർണമായ അറിവുണ്ട്. ആ പരിപൂർണമായ അറിയുന്ന പടച്ചവൻ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. പടച്ചവൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന പടച്ചവൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്. നമ്മുടെ പരിമിതമായ യുക്തിയിൽ ഒരു പക്ഷേ നമുക്കത് ആലോചിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണത്, നമ്മുടെ ചിന്തയുടെ പരിമിതിയാണത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങൾക്കതിനോടൊരു ഇഷ്ടക്കുറവാണ്, അല്ലെ, നിങ്ങൾക്കതിനോടൊരു വിരോധമാണ്. വഹുവ ഖൈറുൽ ലക്കും, ശരിക്കും നിങ്ങൾക്ക് അതെന്തായിരിക്കും? ഖൈറായിരിക്കും, നന്മയായിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നു, ശരിക്കും നിങ്ങൾക്കത് ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനാണ്, നമ്മെ സൃഷ്ടിച്ച പടച്ചോനാണ് എല്ലാം അറിയുന്നവൻ. എല്ലാം അറിയുന്നത് നമുക്ക് അറിവിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയുന്ന പടച്ചവനിൽ നിന്നുള്ള മാർഗദർശനം നമുക്ക് വന്നുപെട്ടാൽ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമുക്ക് ആ പടച്ചോനിൽ നിന്നുള്ള, എല്ലാം അറിയുന്ന പടച്ചോനിൽ നിന്നുള്ള ഹുദ, സന്മാർഗം നമ്മളിലേക്ക് എത്തിപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നതാണ് യുക്തി. അത് സ്വീകരിക്കുക എന്നതാണ് യുക്തി. അതിനോട് പുറംതിരിഞ്ഞാൽ നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ പരിമിതമായ ചിന്തയും വെച്ച് അതിനോട് പുറംതിരിഞ്ഞു നിന്നാൽ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും അത് നഷ്ടക്കച്ചവടമായിരിക്കും. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്.